ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടാണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3-4 ദിവസത്തിന് ശേഷം തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് എപ്പിസോഡ്സ് കളിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ചോദിച്ചു നമ്മുടെ സർവൈവൽ സീരീസ് മാറ്റിയിട്ട് നമുക്ക് ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് സർവൈവൽ സീരീസ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് മതിയെന്നാണ് കൂടുതലും വോട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് ആണ് കളിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പോൾ ഷേവ് ചെയ്യാൻ പോയതാണ്, അറിയാതെ ആ ഷേവിങ് സെറ്റ് ഒന്ന് കൈ കൊണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. സോ വെൽക്കം ടു മൈൻക്രാഫ്റ്റ് വിത്ത് മിസ്റ്റർ കോഴി. അപ്പോൾ ഞാനൊരു സീഡ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയ സീഡൊന്നും അല്ല, അടുത്തൊരു വില്ലേജ് ഉള്ള സീഡ് മാത്രമാണ് കേസ്. ഓക്കെ, അപ്പോൾ അടുത്ത് ഒരു ഔട്ട് പോസ്റ്റും ഉണ്ട്, ഒരു വില്ലേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സീഡാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബോണസ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡുണ്ട്, പിന്നെന്തൊക്കെയുണ്ട്, സ്റ്റിക്കുണ്ട്. സ്റ്റിക്ക് നമുക്ക് വേണം കേട്ടോ. ഇതെന്താ അക്കേഷ്യസ് സാപ്ലിങ്. ഓക്കെ, ഇരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ബിൽഡ്സ് ഒക്കെ ഭാവിയിൽ ഉണ്ടാക്കാൻ ഇത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പിൾ എടുത്ത് കൈ പിടിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ കൈസ് ഈ ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് സാധനമാണ്. ഓക്കെ, അത് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ കളിയാക്കത്തില്ല. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വോട്ട് നിങ്ങൾ തന്നുകൊണ്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് വില വരുന്നത് ഒരു 860 രൂപയാണ് ഈ ഒരു ആക്ഷൻസ് ആൻഡ് സ്റ്റഫിന്. അപ്പോൾ എനിക്ക് ഇത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോർച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സർവൈവൽ സീരീസ് ആഡ് ചെയ്തിട്ടുള്ള മോഡൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സൂമിൻ്റെ മോഡ്, ട്രീ ക്യാപിറ്റേറ്ററൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രീ ക്യാപിറ്റേറ്റർ ആണ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ട്രീ ക്യാപിറ്റേറ്റർ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മരം വെട്ടി തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ കുറച്ച് ബീട്രൂട്ട് സീഡൊക്കെ കൈ കിട്ടി. അപ്പോൾ ബീട്രൂട്ട് നമ്മൾ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മരം അങ്ങോട്ട് വെട്ടി മുറിച്ചിടാം. ഓക്കെ, മരം അങ്ങോട്ട് വെട്ടി പൊട്ടിക്കട്ടെ. ഓക്കെ, മരം വെട്ടി ഇവിടെ മുറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ മരം എല്ലാം മുറിഞ്ഞ് വീണോളും. ഓക്കെ, അപ്പോൾ വലിയ സീനില്ല നമുക്ക്. ഓക്കെ, നമുക്ക് 6 ഓക്ക് സാപ്ലിങ്ങും കിട്ടി, കുറച്ച് വുഡും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വുഡൻ ആക്സ് നമുക്കിപ്പോൾ വേണ്ട. നമ്മുടെ ഈ സ്റ്റോൺ പിക്കാക്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് മൈൻ ചെയ്ത് കുറച്ച് സ്റ്റോൺ ടൂൾസിലോട്ട് അങ്ങോട്ട് അപ്ഗ്രേഡ് ആവാം. അപ്പോൾ ഇതങ്ങോട്ട് കളഞ്ഞിട്ടെ നമുക്ക് നമ്മളുടെ എവിടെയെങ്കിലും കുഴി കുഴിച്ചിട്ട് അതിനു മുമ്പേ എനിക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ നിൽക്കാം. നമുക്ക് കുറച്ച് നമ്മുടെ ആ ഒരു വില്ലേജ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീനില്ല കേട്ടോ. അപ്പോൾ വില്ലേജ് ഏതൊരു സൈഡിലാണ്, ഈ ഒരു സൈഡിൽ എങ്ങാണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് പിടിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. കറക്റ്റ് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ആക്ഷൻ സ്റ്റഫാണ്, നല്ല അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുള്ള ഒരു മോഡ് പാക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് അതാണ് നമ്മുടെ വില്ലേജ്. നമ്മുടെ അടുത്ത് തന്നെ നമ്മളൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ വില്ലേജ് നമ്മൾ എത്തി. ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ആ വില്ലേജിൽ പോയി ഒന്ന് റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വള്ളി വരാൻ ചാൻസ് ഉണ്ട്. എപ്പോൾ വേണേലും നമ്മൾ ഇതിനകത്ത് തൊലയാം. ഓക്കെ, അതിനു മുമ്പേ നമുക്ക് പോയി ഒരു ബെഡ് റീസ്പോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ സീനില്ല. ഓക്കെ, നമുക്ക് ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, റീസ്പോൺ സെറ്റ് ചെയ്തു. അവിടെ ഒരു അയൺ ഗോളം ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഇപ്പം തല്ലിക്കൊല്ലണ്ട. നമുക്കിപ്പോൾ അയൺ ഗോളത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡിനായിട്ട് നമുക്ക് കുറച്ച് ഹേബേൽസ് ഒക്കെ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ വില്ലേജ് ആയതുകൊണ്ട് തന്നെ ആ ക്യാരറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ക്യാരറ്റ് പൊട്ടറ്റോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫാം ഇവിടെ എവിടെയെങ്കിലും തട്ടി കൂട്ടായിരുന്നു. പിന്നെ നമ്മളുടേതായ ഫാം കേട്ടോ. ഈ വില്ലേജർമാരുടെ ഒന്നും നമുക്ക് വേണ്ട. പക്ഷേ കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം ഇവന്മാരുടെ, എന്നാലേ നമുക്ക് ആ ഒരു ഫാം സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വില്ലേജ് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. വില്ലേജിൽ ഇത് ലൈബ്രറിയൻ്റെ വീട്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയൊന്നും കാണത്തില്ല. ചെസ്റ്റ് ഇല്ല, എനിക്ക് അറിയായിരുന്നു. ഓക്കെ, ഇവിടെ വില്ലേജ് വെല്ലുണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് സ്മിത്ത് എന്തോ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ സീഡ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ സീഡ് താഴെ കൊടുത്താൽ കേട്ടോ. നിങ്ങൾ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, നമുക്ക് 2 ഡയമണ്ട്, 2 അയൺ ഇങ്കറ്റ്, 1 ബ്രെഡ്, ഗോൾഡൻ ഹോഴ്സ് എല്ലാം ആർമർ. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ചെസ്റ്റിനകത്ത് നമ്മുടെ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എടുത്ത് വെക്കാം. ഹേബേര് നമുക്ക് ഇപ്പോൾ വേണം കേട്ടോ.
ഓക്കെ, അപ്പോൾ സാപ്ലിങ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചേക്കാം. നമുക്ക് എന്തായാലും ഇതൊക്കെ ആവശ്യം വരുന്നുണ്ട്. ഈ ഒരു ക്യാരറ്റൊക്കെ അതിനകത്ത് ഇരുന്നോട്ടെ. അല്ല, ക്യാരറ്റ് നമുക്ക് എടുത്ത് കൈ വെച്ചേക്കാം. നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫാം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ്. എടാ ഇതേ കൈ കയറുന്നില്ല. ഓക്കെ കയറി. ഓക്കെ, നമുക്ക് അയൺ എടുത്ത് കൈ വെക്കണം. ഇപ്പം വേണ്ട, നമുക്ക് അയണിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കേ ടോർച്ച് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോയി കുറച്ച് സ്റ്റോൺ ടൂൾസ് അങ്ങോട്ട് സ്റ്റോൺ ടൂൾസ് മൈൻ ചെയ്യാം, സ്റ്റോൺ മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടൊരു കുഴി എടുക്കാം. ഇവിടുന്നൊരു കുഴി നമുക്ക് താഴോട്ട് എടുത്തിട്ടേ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കല്ല് അങ്ങോട്ട് മൈൻ ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റോണ് ടൂൾസ് ഇപ്പം തന്നെ അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ആ ബോണസ് ടെസ്റ്റ് ചെയ്ത് കിട്ടിയോണ്ടാണ്. അതിനു മുമ്പേ ഈ ടോർച്ച് ഒന്നെടുത്ത് കൈ പിടിക്കാനായിട്ട് ഓക്കെ, സ്റ്റോൺ ടൂൾസ് ഒന്ന് നമ്മളുടെ ടോർച്ച് എടുത്ത് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൈൻ ചെയ്യാം. നമുക്ക് നൈറ്റ് ആവുന്നുണ്ട് കേട്ടോ, നൈറ്റ് ആവുന്നുണ്ട്. അവിടെ സൂര്യൻ താന്നത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, സീനില്ല, നമ്മുടെ ടോർച്ചും കൈ ഇരിപ്പുണ്ടോണ്ട് വലിയ സീനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മൈൻ ചെയ്തെടുക്കാം. നമ്മുടെ കല്ലൊക്കെ നമുക്കിപ്പോൾ എത്രയായി? നമുക്ക് ഈ ഒരു സ്റ്റോൺ പിക്കാക്സിൽ പൊട്ടുന്നിടം വരെ എടുക്കണ്ട. കോള് കിട്ടി കേട്ടോ. നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാനായിട്ട് ഇത് എന്തായാലും നമുക്ക് കോളിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോളെല്ലാം അങ്ങോട്ട് മൈൻ ചെയ്തെടുക്കാം. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യ്. അതായത് നമ്മളിത് സ്പീഡിൽ കൊണ്ടുപോകണോ, അതായത് ഈ ഒരു എപ്പിസോഡ് സ്പീഡിൽ കൊണ്ടുപോകണോ, അതോ നോർമലായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന കൂട്ട് ചെയ്ത് കൊണ്ടുപോയാൽ മതിയോ, പതുക്കെ കൊണ്ടുപോകണം, സ്ലോ ഗ്രൈൻഡിങ് മതിയോ, എന്താ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുകൂട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ആക്ഷൻസ് ആൻഡ് സ്റ്റഫാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോഡൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. പക്ഷേ ഈ ഒരു ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് പെയ്ഡാണ് കേസ്. ഓക്കെ, അപ്പോൾ അത് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് കളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു മോഡ് പാക്ക് ആണ് നമ്മുടെ ഈ ഒരു ആക്ഷൻസ് ആൻഡ് സ്റ്റഫ്. ഓക്കെ, 35 കോള് കിട്ടി. കോളല്ല, നമ്മുടെ സ്റ്റോണ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മണ്ടയ്ക്കോട്ട് കയറാം. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്ന് ഉറങ്ങാം. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി നമുക്ക് അയൺ ഗോൾ ഇവിടെ നിൽപ്പുണ്ടോ. അപ്പോൾ വലിയ സീനില്ല, സോംബീസിനൊന്നും പേടിക്കണ്ടോ. ഞാൻ വില്ലേജ് മൊത്തം എക്സ്പ്ലോർ ചെയ്തില്ല കേട്ടോ. പിന്നെ അതാണ് ഓക്കെ, ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ബ്രെഡ് ഇരിപ്പുണ്ട്. ഓക്കെ, എന്തൊക്കെയോ മാപ്പും ഇരിപ്പുണ്ട് കേട്ടോ. ഇതെന്താ മാപ്പാ? അൺനോൺ മാപ്പ്. അല്ല, അൺനോൺ മാപ്പാട്ടോ. ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും ആവശ്യം വരും. അപ്പം നമുക്ക് പോയി സ്ലീപ്പ് ചെയ്യാൻ നൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വയ്ക്കണം ഉറങ്ങാം. കുതിരയ്ക്ക് നിൽക്കുന്നു. ഇവിടെ ഒരുപാട് നിൽക്കണ്ട കേട്ടോ. നമുക്ക് 2 വില്ലേജേഴ്സിനെ ഇപ്പം തന്നെ പൂട്ടിയിടണം. എന്താണെന്നറിയാമോ, നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാനായിട്ട് ഈ വില്ലേജേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതിനകത്തങ്ങും വില്ലേജർ ചത്ത്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ ദൈവമേ. എവിടെ നടന്നാലും ഇവന്മാരെ കണ്ടോ. ഈ ക്രീപ്പറിനെ ഇവിടുന്ന് ബാൻ ചെയ്യണോണ്ടാ. ക്രീപ്പർ അയൺ ഗോളാണെന്ന് ഇപ്പോൾ ഉണ്ട്, പക്ഷെ കാര്യമില്ല ഗൈസ്. ഓക്കെ, നമുക്കേ പെട്ടെന്ന് പോയി സ്ലീപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത നൈറ്റിൽ നമുക്ക് ഇവന്മാരെ പൂട്ടിയിടാം. ഈ നൈറ്റിൽ പറ്റത്തില്ല, കാരണം എന്താണ്ടുള്ള ക്രീപ്പറെല്ലാം കൂടെ ഒന്ന് ഇപ്പം എൻ്റെ പണി തീർന്നേനാ കേട്ടോ. നമുക്കേ ഈ ഒരു വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാം. ഇവിടെ ഒരുത്തനുണ്ട്. നമുക്കേ ഇവനെ എന്നാൽ ഇവിടുന്ന് അങ്ങ് പൂട്ടിയിട്ടേക്കാം. പൂട്ടിയിടാനായിട്ട് ഇവൻ ഇതിനകത്തുണ്ടോ? അവൻ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ ഇതിനകത്ത് പൂട്ടിയിട്ടേക്കാം. ഒരുത്തനെ നമ്മൾ പൂട്ടിയിട്ടുണ്ട്, ഇനി ഒരുത്തനെയും കൂടെ മതി. നമുക്ക് ഈ നൈറ്റിൽ തന്നെ പൂട്ടാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് ഉണ്ടോ? ഉണ്ട്. ക്രീപ്പർ വരുന്നടാ. ഇവന്മാരെ എവിടെ നോക്കിയാലും ശല്യം. സ്കെൽറ്റൺ ഓടിക്കും. ഒന്നാമത് ലൈഫൊന്നും ഇല്ല, അതാണ്ട് സോംബീസൊക്കെ കറങ്ങി നടക്കുന്ന കേസ്. നമുക്ക് പെട്ടെന്ന് ഒരു ഹിറ്റ് കിട്ടി കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങാം കേട്ടോ. ഇവിടെ മൊത്തം സ്കെൽറ്റൻസ്. ഈ അയൺകോളം എന്തിനാണോ ഇവിടെ നിൽക്കുന്നത്, ഒരു കാര്യവും ഇല്ല ഈ ഒരു അയൺകോളത്തിനെ കൊണ്ട്. നോക്കിയിട്ടാണെങ്കിൽ ബെഡും കാണുന്നില്ല. ഓക്കെ, ഒരു ബെഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് കയറി കിടന്നുറങ്ങാം. മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നടാ. ഇതിപ്പോൾ നൈറ്റ് മൊത്തം സീനായല്ലോ ഗെയ്സ്. നമുക്കേ ഒരു കാര്യം ചെയ്യാം. ഈ ചെസ്റ്റ് പറഞ്ഞിട്ട് ഇതിനകത്ത് കുറേ ആപ്പിളൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ആപ്പിൾ കണ്ടാൽ നമ്മുടെ പൊട്ടറ്റോ കൂട്ടിരിക്കുന്നുണ്ടോ. ആപ്പിള് പൊട്ടറ്റോയും ഉണ്ട്. ഓക്കെ, സീനില്ല. ബ്രെഡും ഉണ്ട്. ഓക്കെ, നമുക്ക് ഫുഡിനുള്ള സോഴ്സ് ആയി. ഗോൾഡൻ നഗറ്റ് ഇപ്പുറത്തേക്ക് വേണ്ട, അതിനകത്ത് ഇരിക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് കിടന്നങ്ങോട്ട് ഉറങ്ങാം കേട്ടോ. ഇവൻ ഇവിടെ തന്നെ നിൽക്കുവാണല്ലോ, പോണില്ലല്ലോ. ഇത് സ്കെൽറ്റൻ ആണ്. ഇവിടെ ഒരു വെള്ളത്തല ഞാൻ കണ്ടായിരുന്നു. സ്കെൽറ്റൻ ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. അവൻ പോയിരുന്നെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. ഇവനെ എണ്ണീപ്പിച്ച് വിട്ടാലും പണിയാ. നമുക്ക് ഇവനെ എണ്ണീപ്പിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും കേട്ടോ.
ഓക്കെ, നമുക്കപ്പോൾ ഈ നൈറ്റ് ഇവിടെ സ്ലീപ്പ് ആക്കാം. ഓക്കെ, നമ്മുടെ വില്ലേജർ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഈ നൈറ്റ് സ്ലീപ്പായി വെളിയിലോട്ട് ഇപ്പം നമുക്ക് ഒരു 5 മിനിറ്റ് തോണ്ടാ. എടാ വില്ലേജേഴ്സിനെ എല്ലാം കൊല്ലുന്നടാ അവൻ. അയ്യോ എടാ ഇവനെയൊക്കെ തല്ലി. എനിക്ക് തീ പിടിച്ചു. എൻ്റെ പൊന്നമ്മച്ചിയെ ഓടിക്കോ. എടാ ഇവിടുത്തെ അയൺകോളം വെറുതെ നിൽക്കുക കേട്ടോ. ഒരു കാര്യമില്ല അവനെ കൊണ്ട് കേട്ടോ, ഒരു കാര്യമില്ല ഇവിടുത്തെ അയൺകോളത്തിനെ കൊണ്ട്. ഇപ്പോൾ ആ വില്ലേജറിനൊന്നും പറ്റിയില്ല കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ ബെല്ലുണ്ടേ അത് അടിച്ചിട്ടേ നമുക്ക് ഇവന്മാരെ ഇതിനകത്തോട്ട് കയറ്റാം. ഓക്കെ, അപ്പോൾ ഒരു 1-2 വില്ലേജേഴ്സിനെ നമ്മൾ ഇതിനകത്ത് പൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സീനില്ല. നമുക്ക് ഇതുണ്ടാക്കാവുന്നേ ഉള്ളൂ, ബ്രീഡർ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബെല്ലടിച്ചിട്ടേ ഇവന്മാരെ അതിനകത്തോട്ട് കയറ്റാം. ഓക്കെ, ഈ ബെല്ലൊന്ന് അടിച്ച് നോക്കാം. അവന്മാർ കയറും, ആരെങ്കിലും കയറും ഇവിടെ? ഒരാൾ കയറിയാൽ മതി. അതുകൊണ്ട് ഒരുത്തൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോയി അവനെ പൂട്ടാം. ഓക്കെ, അവൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. കയറി ഫാർമർ വില്ലേജറിനെ നമുക്ക് ആവശ്യം കേട്ടോ, ആ ഒരു ബ്രീഡർ ഉണ്ടാക്കാൻ. ഓക്കെ, ഇവിടുത്തെയും വില്ലേജറിനെ നമ്മൾ പൂട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇവനെ ഇന്നലെ നൈറ്റ് ഇതിനകത്തുണ്ടാവുന്നുണ്ട്. ഇനി അവൻ വെളിയിലോട്ട് ഇറങ്ങത്തില്ല, അവൻ അവിടെ ഇരുന്നോളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോക്ക് കൂടെ ഇവിടെ വെച്ച് കൊടുക്കാം, ഒരു സേഫ്റ്റിക്ക് കേട്ടോ. എന്താണെന്നറിയാമോ, ചിലപ്പോൾ ഇവനെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ പണിയാണ്. ഓക്കെ, നമുക്ക് അതുകൂടെ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ടോർച്ച് എടുത്ത് കയ്യിൽ നിന്ന് അങ്ങ് മാറ്റിയേക്കാം. കാരണം നൈറ്റ് ആകുമ്പോൾ മതി ടോർച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് നമുക്കിപ്പോൾ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ആ ഒരു ഹേബേൽ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വീട് എടുക്കണം. അതായത് നമുക്കൊന്ന് കിടന്ന് സ്ലീപ്പ് ചെയ്യാനായിട്ട്. നമ്മളുടെ ആ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് നമുക്കുണ്ട്. ഓക്കെ, ഇവൻ്റെ വീട്ടിൽ എമറാൾഡ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, അതെല്ലാം അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഓക്കെ, ഈ ഒരു എല്ലാം ഇങ്ങനെ എടുത്തേക്കാം, വെറുതെ ഇരിക്കട്ടെ. ഓക്കെ, ഈ ഒരു ഹെൽമെറ്റ് ഇട്ട് നോക്കാം നമുക്ക്. ഇതിനകത്ത് എങ്ങനെ ആർമർ എന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്കൊന്ന് ഇട്ട് നോക്കാം. അയ്യേ എടാ ഇതിനകത്ത് ലെതർ ആർമർ കണ്ടോ? അയ്യേ എൻ്റെ മോന്ത ആകപ്പാടെ മാറിപ്പോയി. ഇത് വേണ്ട. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അതാണ് നമ്മൾ ഇപ്പോഴും സുന്ദരക്കുട്ടപ്പൻ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അപ്പം നമുക്കേ അതുണ്ട് എന്നെ കൊണ്ടൊരുത്തം പോകുന്നു. ഹലോ ഞാൻ കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, അതൊന്ന് ഗ്രെയിൻസൊക്കെ തപ്പി തിന്നുന്നുണ്ട്. നമുക്കേ ഇവിടെ നമ്മൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് അവിടെ നമുക്കൊരു എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അതിപ്പോൾ അതേണ്ട ഈ ഒരു സൈഡിലായിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എല്ലാം ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ്. ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ഇല്ല. ഓക്കെ, നമുക്ക് ഇതുണ്ടാക്കുക, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക, അത് ഇവിടെ വെക്കുക. ഓക്കെ, അത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഒരു ഫർണസും ഒരു സ്മോക്കറും ഉണ്ടാക്കിയെടുക്കാം. സ്മോക്കർ ഉണ്ടാക്കാനുള്ള മറ്റേ ലോഗ് എൻ്റെ കയ്യിലില്ല. ഓക്കെ, അപ്പം നമുക്ക് 2 ഫർണസ് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചേക്കാം. ഒരു ഫർണസ് നമുക്ക് സ്മോക്കർ ഉണ്ടാക്കാനും, ഇതിപ്പോൾ വെക്കാൻ സ്ഥലമില്ലല്ലോ, അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ കയ്യിൽ ആക്സ് ഇല്ല, നമുക്ക് സ്റ്റോൺ ഇത് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 4 വുഡാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആ ഒരു നമ്മുടെ സ്മോക്കർ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒരു മരം നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, കൈവച്ച് പൊട്ടിക്കുക. ആക്സ് ഉണ്ടായിരുന്ന ഇപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഉരുണ്ട് താഴെ വീണാനാണ് കേട്ടോ. ഓക്കെ, ആക്സ് ഇല്ല, നമുക്ക് കൈവച്ച് പൊട്ടിക്കാന്നേ ഉള്ളൂ. 1 2 3 ഒരു വുഡ് കൂടെ മതി. ഓക്കെ, ഒരെണ്ണം കൂടെ മതി നമുക്ക് ആ ഒരു സ്മോക്കർ ഉണ്ടാക്കി എടുത്തേക്കാൻ. അല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ഇനി ഈ ഒരു മരമായിട്ട് കുറച്ചായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെന്നിട്ട് നമ്മളുടെ സ്മോക്കർ അങ്ങോട്ട് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സ്മോക്കർ ഉണ്ടാക്കി എടുക്കാം. അതുകൊണ്ട് അയൺഗോൾ അവിടെ നിൽപ്പുണ്ട്, ഒരു കാര്യമില്ല കേട്ടോ അവനെ കൊണ്ട്. അവൻ വെറുതെ അവിടെ നിൽക്കുക. കാരണം ഇത്രയും സോംബി രാത്രി ഇറങ്ങിയിട്ടും ഇവൻ വെറുതെ വായി നോക്കി അവിടെ നിൽക്കുമായിരുന്നു. വലിയ ഉപയോഗമൊന്നുമില്ല, തല്ലിക്കൊല്ലാൻ സമയമായിട്ടുണ്ട്. ഇതെന്തുവാ ബൗള്? ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്മോക്കർ എടുക്കുക. നമുക്ക് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഡെക്കറേഷനായിട്ട് 2 ട്രാപ്പ് ഡോർ നമുക്ക് ഉണ്ടാക്കിയിട്ടേ നമുക്ക് ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കാരണം ഇച്ചിരി വൃത്തിമനായിട്ട് ഇത് ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസ് അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഓക്കെ, ഒരു 3 അയൺ ഇവർക്ക് ഇതിനകത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് സ്റ്റോൺ അല്ല അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടേ
നമുക്ക് വേണേ കുറച്ച് ഈ അയൺ വെച്ച് മൈൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുക്കാമായിരുന്നു മൈൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ സീനില്ല, നമുക്ക് വേണേൽ അയൻകോളത്തിനെ തല്ലിക്കൊല്ലാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഒരു ആക്സ് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ആദ്യത്തെ ആക്സ് ആണ്. പിന്നെ നമുക്കൊരു സ്റ്റോൺ ഹോ വേണം. ഓക്കെ, അത് ഇരിക്കട്ടെ. പിന്നെ എന്തുവാ വേണ്ടേ? ഒരു കുന്തം ഇരിക്കട്ടെ കേട്ടോ, ഒരു കുന്തം. പിന്നെന്തുവാ, ഒരു വാളും കൂടെ. വാളും ഷവല് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിന് വരെ നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി വെച്ചേക്കാം. കാരണം ഈ പിക്കാക്സിൻ്റെ കാലാവധി തീരാറായി. ഓക്കെ, അപ്പം നമുക്ക് ഇത് എല്ലാം നമുക്ക് പൊട്ടറ്റോ ക്യാരറ്റ് ഇരിക്കട്ടെ. നമുക്ക് ഇതുണ്ടാക്കാൻ ഇപ്പം നമുക്ക് ഇതുണ്ടാക്കാം. ഏതാ, നമ്മുടെ ഒരു ചെറിയ ഫാം നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സ്റ്റിക്ക് ഇരുന്നോട്ടെ. കോള് നമുക്ക് കുറച്ച് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ അത് സെറ്റായി. ആപ്പിൾ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെറിയൊരു ഫാം സെറ്റപ്പ് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. അതിന് നമ്മുടെ ഹോ എന്ത് ചെയ്യും? നമ്മളുടെ ഹോ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഹോ ഇവിടെ ഇരിക്കട്ടെ. ആക്സ്, ഒരു സോഡും കൂടെ നമുക്കെടുത്ത് ഈ ട്രീ ക്യാപിറ്റേറ്റർ ഇനി നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും ഇത് നമ്മുടെ കൈ വെച്ച് നടക്കേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് ഈ ഒരു റോസ് ആൽമണ്ട് അതും അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അത് നമുക്ക് തിന്നാം. ഇവിടെ ഇരിക്കട്ടെ. ഈ ആപ്പിൾ എടുത്ത് നമുക്ക് അതിനകത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്കിനി ഒരു ചെറിയ ഫാം സെറ്റപ്പ് ഇവിടെ ആയിട്ടൊന്ന് തുടങ്ങാം. നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഒരു ബീട്രൂട്ടേ ഉള്ളൂ. ഓക്കെ, സീനില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റാക്കാം. നമ്മുടെ ഹോ എടുത്തിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് സെറ്റാക്കാം. വേണ്ട, ഒരു വില്ലേജറിനെ കണ്ടോ? ഏതാ എൻ്റെ ആയിട്ട് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സീനില്ല. നമുക്ക് വരുന്ന വരി ട്രേഡൊക്കെ സെറ്റ് ചെയ്യാം. ഈ വില്ലേജിലൊക്കെ നടക്കുന്ന കാണാനുള്ള ആനിമേഷൻ കണ്ട അടിപൊളി. അവനിപ്പോൾ ലൈബ്രറിനായി മാറി. പറഞ്ഞിട്ട് കാര്യമില്ല, വില്ലേജറൊക്കെ അങ്ങനെ. ഏറ്റവും ഇച്ചിരി ഇറിറ്റേറ്റിംഗ് മോബ് എന്ന് പറയാൻ ഈ വില്ലേജർ ഇച്ചിരി ഇറിറ്റേറ്റിംഗ് മോബാണ്. അതുകൊണ്ട് ഇവനെ നമുക്ക് കൊല്ലണം കേട്ടോ. നമുക്ക് ഈ ഒരു ലീഡിൻ്റെ ആവശ്യം വരും. കാരണം നമുക്ക് വില്ലേജേഴ്സിനെ നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കാൻ നേരത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇതിൻ്റെ ആവശ്യം വരും കേട്ടോ. നെയിം ഇതെന്തുവാടാ? മെലൺ സീഡ്. ഒരു എമറാൾഡ് കൊടുത്താൽ മെലൺ സീഡ് തരുവാടാ ഇവൻ. അപ്പം നമുക്കേ നമ്മുടെ ആ ഒരു ചെസ്റ്റിനകത്ത് 2 എമറാൾഡ് ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് അതെടുത്തിട്ട് നമുക്ക് അവനെ കൊണ്ട് ആ ഒരു മെലൺ സീഡ് നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എമറാൾഡും രണ്ടും കൈ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഇതേ കൂട്ടത്തിൽ ട്രേഡർ വേണം. ഇവനെ നമുക്ക് നൈസിന് ഇവനെ ആ സാധനം നമുക്ക് വാങ്ങിച്ചിട്ട്, അതായത് ആ മെലൺ സീഡ് നമുക്ക് വാങ്ങിച്ചിട്ട് ആ ഒരു നെയിം ടാഗും കൂടെ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പട്ടിയെ കിട്ടുവാണെങ്കിലേ നമുക്ക് ആ ഒരു നെയിം ടാഗ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു മെലൺ സീഡ് നമുക്ക് വാങ്ങിച്ചെടുക്കാം. പിന്നെ ഒരു നെയിം ടാഗ് കൂടെ ഞാൻ ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവനെ നൈസിന് തല്ലി കൊല്ലണം. പാവമല്ലേ, കൊന്നേക്കാം. കാരണം നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ട് കേട്ടോ. ഈ ലീഡിൻ്റെ ആവശ്യം നമുക്ക് നല്ല രീതിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കല്ലേ നിങ്ങൾ, അതുകൊണ്ടാണ് വന്നത് കേട്ടോ. ഓക്കെ, അയ്യോ എന്നെ കൊല്ലം നോടിക്കോ. നൈറ്റ് ആയപ്പോൾ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു ഫാം ഏരിയ അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ വീട് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. അപ്പം നമുക്ക് ഫാം സെറ്റപ്പ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ബേസ് പണി സെറ്റ് ചെയ്യാം. ഇപ്പോഴല്ല, നമുക്ക് അടുത്ത ഏതെങ്കിലും എപ്പിസോഡിൽ നമുക്ക് ബേസ് പണി സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് കുറേ ഷുഗർ കെയിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് സാൻഡ് ഇരിപ്പുണ്ട്. നമ്മുടെ കയ്യിൽ ഡേർട്ടുണ്ട്. ഓക്കെ, ഡേർട്ടുണ്ട്. ഈ ഡേർട്ട് എടുത്തിട്ട് നമുക്ക് ഈ സാൻഡിന് വരെ അവിടെ വെക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു മൂലയ്ക്ക് നമുക്ക് ആ ഒരു കൃഷി ഇറക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ സാൻഡ് ഇരിക്കാൻ നേരത്ത് പറ്റത്തില്ല. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് പൊട്ടിച്ച് ഈ ഒരു ഡേർട്ട് അവിടെ വെക്കുക. ഇതും കൂടെ അങ്ങ് പൊട്ടിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഈ സാൻഡ് വേണം, പക്ഷേ ഇപ്പം വേണ്ട. നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ ഒരു ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കണ്ടോ, നമ്മൾ നീന്താനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ആനിമേഷൻ കേട്ടോ. അതാണ്ട ഇത് കണ്ടോ, മേളിലോട്ടൊക്കെ പൊങ്ങി വരാനായിട്ട് മറ്റേ മുങ്ങാങ്കുരിയൊക്കെ ഇടുന്ന കൂട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കുക. ഓക്കെ, ഇതാണ് കണ്ടോ, നമ്മൾ വെള്ളത്തിലോട്ട് ചാടാനൊക്കെ നേരത്ത് നമ്മുടെ ആ ഒരു ഇങ്ങനെ വെള്ളത്തിലോട്ട് വീഴാൻ നേരത്തെ ആ ഒരു ഇതുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയി വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇടുന്നത് കേട്ടോ. ഓക്കെ, നമ്മളറിയാതെ മറ്റേ ഇതടിച്ച് പോകണുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്ലോക്സ് പ്ലേസ് ആവുന്നത് കേട്ടോ. റൈറ്റ് ക്ലിക്ക് അറിയാതെ അടിച്ച് പോകണതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഫാം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫാം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വെക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു മെലൺ സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യാരറ്റ് കിട്ടി, 3 പൊട്ടറ്റോ ഇരിപ്പുണ്ട്.
ഓക്കെ, അപ്പോൾ പൊട്ടറ്റോയും കൂടെ നമുക്ക് ഇവിടെ നട്ട് കൊടുത്തേക്കാം. ഒരു ബീട്രൂട്ടും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നട്ട് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് പോയി ഇവിടെ എവിടെയെങ്കിലും വീറ്റ് ഉണ്ടെങ്കിലേ, വീറ്റല്ല, ഇവിടെ ഇവന്മാരുടെ ഫാം ഉണ്ടല്ലോ. ഓക്കെ, ആ ഫാമിൽ പോയിട്ട് ഇത് പൊട്ടറ്റോയാണ്, നമുക്ക് വീറ്റാണ് വേണ്ട, നമുക്കത് നോക്കാം. നമുക്ക് ഈ പോച്ച വെട്ടിയാൽ മതി, നമുക്ക് സീഡ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ക്ഷാമം ഇല്ല, അതണ്ട കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുറേ പോച്ചയൊക്കെ വെട്ടിയിട്ടേ നമുക്ക് ഈ ഒരു സീഡ് നമുക്കൊരു 7-8 എണ്ണം ഒപ്പിക്കാം. നമുക്ക് ഫുഡ് സോഴ്സ് ഉണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ഇത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമല്ലോ ഫാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചെറിയ ഫാം ഇവിടെ സെറ്റ് ചെയ്യാം. എന്താണ്, കോഴി പുറകെ വരുന്നുണ്ട്, ആ കയ്യിൽ നിന്ന് അതെടുത്ത് അങ്ങ് മാറ്റിയേക്കാം കേട്ടോ. ഒരു 2 എണ്ണം കൂടെ മതി നമുക്ക്. ആ ഒരു 10 എണ്ണം കംപ്ലീറ്റ് 9 അപ്പം നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക ഗൈസ്. ഓക്കെ, ഒന്ന് മറക്കല്ലേ, 200 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 135 ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മതി നമുക്ക് ആ ഒരു മത്സ്യം കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമക്കിയിട്ട് ആ ഒരു ബെൽ ബട്ടനും കൂടെ ഒന്ന് നിൽക്കുക പ്ലീസ്. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ചാൽ വലിയ ഉപകാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീറ്റ് സീഡ് മതി, നമുക്ക് ധാരാളം. നമുക്ക് ഈ ഒരു സൈഡിലായിട്ടൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഒരു 3 എണ്ണം കൂടെ ഉണ്ട്, നമുക്കത് ഈ ഒരു സൈഡിലായിട്ട് നട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 എണ്ണം കൂടെ ഉള്ളായിരുന്നു, സീനില്ല. ഓക്കെ, ഇത് ക്യാരറ്റ്, ബീട്രൂട്ട് വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ചിട്ടേ ഇവിടെ നടാം, ഇവിടെ ഇരിക്കട്ടെ ബീട്രൂട്ട്. ഓക്കെ, ഇത് പൊട്ടറ്റോ ആണ്, ഇതും പൊട്ടറ്റോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നടാം. നമുക്കിനി നടാനുള്ള ഒരു മെലണും കൂടെ നമുക്ക് നടാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മെലൻ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആ ഒരു മെലൻ നടാം. ഓക്കെ, മെലൻ സീഡ് ഇരിപ്പുണ്ട്, നമുക്ക് ഈ മെലൻ സീഡ് എടുക്കുക, ഇവിടെ നടുക. മെലൻ സീഡിൻ്റെ ഒക്കെ ആ ഒരു ഇത് കണ്ടോ ഏതാ. ഓക്കെ, അങ്ങനെ അതും നമ്മൾ നട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ കുറച്ച് ഷുഗർ കെയിൻ ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് ഇവിടെ നട്ട് കൊടുക്കാം. അതുകൊണ്ട് അവിടെയൊക്കെ ഒരുപാട് ഷുഗർ കെയിൻസ് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ എടുത്തിട്ടേ നമുക്ക് ഇവിടെയൊക്കെ നട്ട് വെക്കാം. അതാകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ കാര്യത്തിൽ നമുക്ക് പിന്നെ വലിയ ക്ഷാമമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഷുഗർ കെയിന് തീർന്നു, അതുകൊണ്ട് അവിടെയും കൂടെ കുറച്ച് നിൽപ്പുണ്ട്. ഇപ്പം ടോട്ടലി 25 ഷുഗർ കെയിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ധാരാളമായി, നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു സാൻഡ് ഭാഗത്ത് നടായിരുന്നു, പക്ഷേ ഇവിടെ സ്ഥലമില്ല, നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നടാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഇത് നട്ട് വെക്കാം. നമ്മുടെ ഷുഗർ കെയിൻ ഇവിടെ നടാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വെള്ളമുള്ള അരികത്ത് മാത്രമേ ഈ ഒരു ഷുഗർ കെയിൻ നമുക്ക് നട്ട് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നിങ്ങൾ നടുവാണെങ്കിൽ, അതായത് എൻ്റെ കൂടെ കളിച്ച് പോണവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ മൊത്തം നമ്മുടെ ഷുഗർ കെയിൻ എടുത്തിട്ടുണ്ട്, ഇതങ്ങ് പൊട്ടിച്ചെടുക്കട്ടോ കേട്ടോ. ഈ ഒരെണ്ണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നട്ട് വെക്കാം. നമുക്ക് ഈ ഒരു സൈഡിലായിട്ടും കൂടെ നമ്മുടെ ആ ഒരു 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 എണ്ണം കൂടെ നമുക്ക് ഈ ഒരു സൈഡിൽ ഓക്കെ സെറ്റ്. നമ്മളുടെ കറക്റ്റ് നമ്മളുടെ ഇത് ഷുഗർ കെയിനും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ചാൽ വലിയ ഉപകാരം. ഓക്കെ, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക ഗൈസ്. റോഡ് ടു 200 ആണ്, 135 ആയുള്ളൂ, കുറച്ചും കൂടെ മതി നമുക്ക് ആ ഒരു മത്സ്യം കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം ഗൈസ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.